10,000 rupee. How does he do it? Yeah. Crazy, right? Yeah, but I can do. ഇറ്റലീൻ്റെ ഭാഗം, അതായത് യൂറോപ്പിൽ ഇറ്റലി ഇങ്ങനെ നീളത്തിൽ നിങ്ങൾക്ക് കാണുന്ന ബാരി എന്ന് പറഞ്ഞ ഭാഗമൊക്കെ വരുന്നത് ഈ ഭാഗത്താട്ടോ. എന്താണ് പല ഭാഷയിൽ തന്നെ ഉള്ളൂ, നമുക്കൊന്നും മനസ്സിലാവുന്ന ഭാഷകളൊന്നും കാണില്ല. പെക്സിം എന്തോന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇവർ സീല് ചെയ്യില്ല കേട്ടോ, പാസ്പോർട്ടിൽ സീലില്ല. വി നീഡ് ട്രാവൽ ലിറ്റിൽ ഫുഡ്, ഇറ്റ് ഈസ് ബെറ്റർ ഫോർ ഹെൽത്ത് ഓൾസോ. യാ. യുവർ ഗുഡ് നെയിം പ്ലീസ്? ഗാബ്രിയൽ. യുവർ? നീക്കോ. ഇവർ രണ്ടുപേരും ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത്. ലണ്ടനല്ല, UK. വെൽക്കം അൽബേനിയ. ഇറ്റലീൻ്റെ നേരെ ഓപ്പോസിറ്റ്, നല്ല ഭംഗിയുള്ള സ്ഥലമെന്നാണ് പറയുന്നത്. ഈ കറുത്ത മലകളും ഐസുമാണ് ഇതിൻ്റെ ചുറ്റുപെട്ട് കേട്ടോ. വലിയ സിറ്റിയാണ്. യൂറോപ്പിൻ്റെ ഭാഗത്ത് ഇറ്റലിക്ക് മാത്രമേ ആ സൗകര്യങ്ങളുള്ളൂ. അൽബേനിയ ഫുള്ള് മലകളാട്ടോ. നമ്മളെ മദർ തെരേസൻ്റെ നാടുകൂടിയാണ്. ജസ്റ്റ് എയർപോർട്ട്. ഓക്കെ, ട്രാൻസിറ്റ്. ഓക്കെ. ഒരു യൂറോപ്പിലെ എയർപോർട്ടിൻ്റെ കോലാണ്. നമ്മൾ ഇന്ത്യയിൽ പോലും ഇപ്പോൾ ഇങ്ങനത്തെ എയർപോർട്ടില്ല. നമ്മളെ ബസ് യാത്രയിൽ നമ്മൾ തുർക്കി കണ്ടതുപോലെ ഒരു പഴയ ചരിത്രങ്ങളുടെ പള്ളികൾ ഇങ്ങനെ കുറേ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഈ യാത്രയിൽ നിങ്ങൾക്ക് കഴിയുന്നത്ര സ്ഥലങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ 50,000 രൂപയ്ക്ക് ലണ്ടനിൽ എത്തുക എന്നുള്ളതാണ്. ഹായ്, നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷം? സുഖല്ലേ? ഇന്ന് നമ്മളെ 4ാമത്തെ ദിവസം അർമേനിയയിൽ നിന്ന്, നമ്മൾ അർമേനിയയിലെ 2ാമത്തെ ദിവസമാണ്. അർമേനിയയിൽ നിന്ന് ഇന്ന് നമ്മൾ അൽബേനിയയിലേക്കാണ് കേട്ടോ പോകുന്നത്. അൽബേനിയ. അപ്പോൾ ഇന്ന് നമ്മൾ നേരം വെളുത്ത് എണീറ്റു, നമ്മളെ ബാഗുകളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അപ്പോൾ നമ്മൾ അൽബേനിയയിലേക്ക് ഇന്ന് പോകുന്നത് ഫ്ലൈറ്റിലാണ്. അപ്പോൾ ആ വിശദ വിവരങ്ങളൊക്കെ നമുക്കിപ്പോൾ തന്നെ സംസാരിക്കാം. അപ്പോൾ നമ്മളെ പുതിയൊരു എപ്പിസോഡിലേക്ക്, അർമേനിയയിൽ നിന്നും അൽബേനിയയിലേക്കുള്ള അർമേനിയയുടെ ഒരു യാത്ര. ഓക്കെ, അത് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റാണ്. 2 ബ്രെഡ്, അതിൻ്റെ കൂടെ ചീസ് ഉണ്ട്, തക്കാളി, ബ്രെഡിൻ്റെ 2 സെറ്റ്, സോസ്, സലാഡ്സ്, 2 കോഴിമുട്ട, കോഫി. ഇനി വേണമെങ്കിൽ വീണ്ടും എടുക്കാവുന്നതാണ്. ഒരു ആപ്പിളും കൂടി ലാസ്റ്റ് എടുത്ത് കഴിക്കും. ഇതാണ് നമ്മളെ ഫുഡ് വരിക കേട്ടോ. ഇതൊക്കെ അടിപൊളി ഫുഡാണ് കേട്ടോ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ഇഷ്ടമുള്ള ഫുഡായി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നല്ല തണുപ്പിലാണ്. ഞാൻ ഷെയ്വ് ഒന്നും ചെയ്തില്ല കേട്ടോ. ഭയങ്കര കോച്ചിയ തണുപ്പായതുകൊണ്ട് ഷെയ്വ് ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല. അതിനെക്കൊണ്ട് ഷെയ്വ് ചെയ്തിട്ടില്ല. ലുക്കൊക്കെ അങ്ങനെയാണെങ്കിൽ നമ്മളെ പോക്ക് അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്കുള്ള ബസ്സിന് പോവാണ്. ബസ് നമ്പർ 100 നമ്മളെ ബസ്. ഡയറക്റ്റ് എയർപോർട്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിലുള്ള നമ്മളെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സിഗരറ്റ് വലിച്ചമാതിരി പുക പോവുക കേട്ടോ. ഫുള്ള് പുകയാണ്. നമ്മളെ ബസ്സിൻ്റെ ഇതിൽ ഹീറ്റർ ഉണ്ട് കേട്ടോ. കണ്ടില്ല നിങ്ങൾ? പോകുന്ന ബസ്സിന് ഹീറ്റർ ഉണ്ട്. ആ ഹീറ്റർ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ബസ്സിൽ തണുപ്പോ കാര്യങ്ങളോ ഇല്ലാത്തത്. ഇതേപോലെ ഹീറ്റർ ബസ്സിൻ്റെ സൈഡുകളിൽ അടിയിൽ നമ്മൾ കാല് വെക്കുന്നിടത്തുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കൗണ്ടർ കേട്ടോ. ഇവിടെ ഞാൻ ഓൺലൈനിൽ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രിൻ്റ് ഔട്ട് വാങ്ങലാണ്. എന്തൊക്കെയാണ് ടാസ്ക് എന്ന് അറിയില്ല, നോക്കാം നമുക്ക്. ഇവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ പാസ്പോർട്ട്, വിസ, UK വിസ നമുക്ക് അവിടെ എൻട്രി കിട്ടുമെന്നുള്ളത്. കൗണ്ടറിലാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമുക്ക് ബോർഡിങ് കിട്ടി കേട്ടോ. ബോർഡിങ് കിട്ടി, സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ബോർഡിങ് കിട്ടി, സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. പക്ഷേ എമിഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല. അത് ഞാനിങ്ങനെ നോക്കുന്നത്, എമിഗ്രേഷൻ എവിടെ ആയിരിക്കും. ലാസ്റ്റിൽ എമിഗ്രേഷൻ ഉണ്ടാവുമായിരിക്കും. കാരണം നമ്മൾ ഷെങ്കൻ വിസ കഴിഞ്ഞ് കയറിപ്പോകുമ്പം അവിടുന്ന് എൻട്രി വേണ്ടേ, നമുക്ക് തിരിച്ചു പോകുന്നൊരു എൻട്രി വേണ്ടേ. കാരണം നമ്മൾ ഡ്യൂട്ടി ഫ്രീയും റെസ്റ്റോറൻറ്റും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് എത്തി. അതിൻ്റെ അർത്ഥം നമ്മൾ ഗേറ്റിലേക്ക് കടക്കാനുള്ളതല്ലേ. അപ്പോൾ പുതിയ എന്താ സിസ്റ്റം ആണെയിരിക്കും, അറിയില്ല. എന്തായാലും നോക്കാം. കണ്ടോ, ഇവിടെ ഗേറ്റ്സിനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എമിഗ്രേഷൻ ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ പോകുക എന്നുള്ളതാണ് നോക്കുന്നത്. ഡിപ്പാർച്ചർ അടിക്കണ്ടേ. പേടിപ്പിക്കൽ തന്നെ കേട്ടോ. കാരണം ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കടക്കാൻ നേരെയാണ് ബോർഡിങ്. പിന്നെ എന്തിനാണ് തിറാനിലേക്ക് പോകുന്നത്, നീ എന്താ ചെയ്യുന്നത്, അവിടെ എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കുന്നത്. ടൂറിസ്റ്റാന്ന് പറഞ്ഞപ്പോൾ എന്ത് ടൂറിസ്റ്റ് എന്നൊക്കെ വെറുതെ പറഞ്ഞ് ഞെട്ടിക്കായിരിക്കും.
എന്തായാലും എല്ലാം കഴിഞ്ഞു, ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ബോർഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് കേട്ടോ. ഇത് നമ്മളെ കൗണ്ടറിൻ്റെ ഭാഗമാണ്. എനിക്കുള്ളത് 34 to 43 36 എൻ്റെ കൗണ്ടർ. അങ്ങനെ കടന്ന് വന്ന് ഇവിടെ എത്തിയിട്ടോ. കുറച്ചൊരു ടെൻഷൻ പിടിച്ച പരിപാടിയാണ്. ഇവിടുത്തെ ഓരോ സിസ്റ്റങ്ങളായതുകൊണ്ടായിരിക്കാം. ഇനിയിപ്പം ഫ്ലൈറ്റിൽ കിടക്കുന്നത് വരെ സ്വഭാവം കാണേണ്ടി വരും. വളരെ മോശമായിട്ടുള്ള സ്വഭാവങ്ങളാട്ടോ എല്ലാവരും ഉപയോഗിക്കുന്നത്. അത് മോശമല്ല, അവരൊരു ശൈലി അങ്ങനെ ആയിരിക്കും. പ്ലീസ് മൈൻഡ് ഒന്നുമില്ല, കറഫ. 2 ആഴ്ച മുന്നേ നാട്ടിൽ നിന്ന് എടുത്ത ടിക്കറ്റാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അത് 12 യൂറോനാണ് നമ്മൾ ഈ ടിക്കറ്റ് എടുത്തത്. അതായത് നമ്മൾ അൽബേനിയയിലേക്ക്, ടിറാന എന്ന് പറഞ്ഞ ക്യാപിറ്റലിലേക്ക് ഇവിടെ നിന്ന്. അപ്പം അതാണ് നമ്മളെ ഈ റുമാനിയയിലെ ചിലവ്, ഇവിടുത്തെ ചിലവ്. ഇതിൻ്റെ ടോട്ടൽ വരുമ്പോൾ 12 യൂറോ പ്ലസ് ഇന്നലത്തെ നമുക്ക് 20 ലിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് 5 യൂറോ ആണ്. അല്ല, 1 യൂറോന് 5 ലിയോ ആണ് കിട്ടുക. അങ്ങനെ ആകുമ്പോൾ എത്ര വന്നു? നമുക്ക് 20ഉം 10ഉം 30ആണ് നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്ന ചിലവ് ഇവിടെ. അതായത് 10 നമ്മൾ പിസ്സ വാങ്ങിക്കാനും പിന്നെ 20 നമുക്ക് ബസ്സിനും ഇതിനും കൂടി. അപ്പം 30നെ 5 കൊണ്ടായിരിക്കുമ്പം 6 യൂറോ, 6 അപ്പം 6 യൂറോ ആണ് നമുക്ക് ഇന്നലത്തെ ചിലവ്. 12 യൂറോ നമ്മളെ ടിക്കറ്റും, ഫ്ലൈറ്റ് ടിക്കറ്റും. അങ്ങനെ 18 യൂറോ ആണ് നമുക്ക് ഇവിടെ വന്നതിൻ്റെ ശേഷമുള്ളത്. 18 യൂറോയും പ്ലസ് നമ്മൾ 9 യൂറോ മറ്റേ ബൾഗേറിയയിൽ നിന്നും കൊണ്ടുള്ള ബസ്സിന്. അപ്പോൾ 9 യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം വരുന്നത് 18ഉം 12ഉം 6ഉം 18ഉം 9 27ഉം പിന്നെ നമ്മളെ ഹോട്ടലിനുള്ള റേറ്റും. അപ്പം ഹോട്ടലിൻ്റെ 12ഉം വരുമ്പോൾ നമുക്ക് എത്രയായി? 27ഉം 29, 39 യൂറോ. അങ്ങനെ നമ്മളെ 4ാമത്തെ ദിവസമായ അന്ന് 5ാമത്തെ ദിവസമായി. നമ്മൾ 4ാമത്തെ രാജ്യമായ റുമാനിയയിലെ ബുക്കറസ്റ്റ് എയർപോർട്ടിലാണ്. നമ്മൾ അൽബേനിയയിലേക്ക് പോവുകയാണ്, 5ാമത്തെ രാജ്യത്തിലേക്ക്. അപ്പം വളരെ ശോകമായ, പ്രത്യേകിച്ച് വലിയൊരു കളർഫുള്ളൊന്നും ഇല്ലാത്ത ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ റുമാനിയയിൽ ബുക്കറസ്റ്റ് ഇതാണ് അവസ്ഥ. ബൾഗേറിയയും റുമാനിയയും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന ലെവലിലുള്ള ഒരു വളർച്ചയില്ലാത്തൊരു രാജ്യമാണ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പഴയ ചരിത്രങ്ങളും പണ്ടത്തെ എന്തൊക്കെയോ സംഗതികൾ നമുക്ക് കാണിക്കാനുണ്ട്, ആ കഥ പറയാനുണ്ട് എന്നല്ലാതെ സ്പെഷ്യലായിട്ടൊന്നും നമുക്ക് അവിടെ ഇല്ല. അവിടുത്തെ ആൾക്കാരുടെ ബിഹേവിങ്ങും വലിയൊരു അടിപൊളിയൊന്നുമല്ല, നമുക്ക് അട്രാക്ഷനൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല. രാജ്യങ്ങൾ കടന്ന് കാണാനുള്ള ആഗ്രഹമുള്ളവർക്കൊക്കെ വന്ന് കാണാൻ ഞാൻ വന്നതുപോലെ. ഇന്നിപ്പം നമ്മൾ എയർപോർട്ടിൽ നിന്ന് പോകുന്ന അൽബേനിയയിലേക്കാണ്. അടുത്ത വീഡിയോ നമ്മൾ അൽബേനിയൻ്റെ കാഴ്ചകളായിരിക്കും. അൽബേനിയയിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് കേട്ടു. ഇത് നമ്മളെ റുമാനിയയിലെ 2 ഫ്രണ്ട്സുകൾ കേട്ടോ. ഇവരാണ് എനിക്ക് വീഡിയോ എടുത്തുന്നത്, അൽബേനിയൻ്റെ ലാൻഡിങ് വീഡിയോ കേട്ടോ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഫ്ലൈറ്റിലുണ്ടായിരുന്ന ആൾക്കാരാണ്. യുവർ ഗുഡ് നെയിം പ്ലീസ്? ഗാബ്രിയൽ. യുവർ? നീക്കോ. ഇവർ 2 പേരും ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത്. ലണ്ടനല്ല, യു കെയിൽ വിച്ച് പ്ലേസ് വർക്കിംഗ്? യു വിച്ച് പ്ലേസ്? ഇൻ മാഞ്ചസ്റ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവർ 2 ആളും നമ്മളിങ്ങനെ ഫ്ലൈറ്റിൽ ഒരുമിച്ചിട്ടായിരുന്നു കേട്ടോ. ഫ്ലൈറ്റിൽ ഒരേ സീറ്റിൽ ഇരുന്ന ആൾക്കാരാണ്. സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത ട്രിപ്പിൽ നമ്മൾ കാണുന്നതായിരിക്കും. ഞാനിവിടെ ഇറങ്ങും, ഇവർ നേരെ മാഞ്ചസ്റ്ററിലേക്ക് പോകും. അപ്പോൾ ഇവരാണ് എനിക്ക് വീഡിയോ എടുത്തതെന്ന് കേട്ടോ. നമുക്ക് ലാൻഡിങ്ങിൻ്റെ വീഡിയോ, അവിടെ മേലെ നിന്നുള്ള വീഡിയോസൊക്കെ എടുത്തിറങ്ങി. എനിക്ക് സീറ്റ് ഇവിടെ അയലെ സീറ്റാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ അവരെ ഹെൽപ്പ് ഉണ്ട്. താങ്ക് യു വെരി മച്ച്. അപ്പം നമ്മൾ അൽബേനിയയിലുള്ള യാത്ര കേട്ടോ, അതിൻ്റെ ഫ്ലൈറ്റിൻ്റെ അകത്താണ്. അപ്പോൾ നമ്മളെ മലബാർ ടു ലണ്ടൻ യാത്ര, മലബാർ ടു ലണ്ടൻ 11 രാജ്യങ്ങൾ, 15 ദിവസം, 50,000 രൂപ ബഡ്ജറ്റ്. അതിൽ 2ാമത്തെ ഫ്ലൈറ്റ് യാത്രയാണ്. നമ്മൾ റുമാനിയയിൽ നിന്ന് നമ്മൾ അൽബേനിയയിലേക്കുള്ള യാത്രയിലാണ് ഉള്ളത്. അപ്പോൾ നമ്മളെ 5ാമത്തെ ദിവസം കൂടിയായിരിക്കും നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. 15 ദിവസമാണ് നമ്മുടെ യാത്ര.
അപ്പോൾ അതിൽ തന്നെ നമ്മൾ മദർ തെരേസൻ്റെ നാടാണ് നമ്മളെത്തുന്നത്. കൂടെ നമ്മളെ അഞ്ചാമത്തെ രാജ്യം, ഈ ട്രിപ്പിലെ അഞ്ചാമത്തെ രാജ്യവും എൻ്റെ 64ാമത്തെ രാജ്യവും കൂടിയാണ് നമ്മൾ അൽബേനിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ പുതിയ എപ്പിസോഡിലേക്ക്, അൽബേനിയയുടെ പുതിയ എപ്പിസോഡിലേക്ക്, തിരാനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അൽബേനിയയിൽ അടിച്ച് പൊളിക്കാൻ പോകുന്നത് നമ്മുടെ 5ാമത്തെ രാജ്യം. ഈ യാത്രയിൽ എൻ്റെ 64ാമത്തെ രാജ്യം. വെൽക്കം അൽബേനിയ. ഇവിടെ റിയാൻ എയറിലാട്ടോ നമ്മൾ വന്ന്. റിയാൻ എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ് എയർ, നമ്മളെ എയർ ഏഷ്യ പോലത്തെ. ഇതാ ഇങ്ങനെ സാധാരണ ഇറങ്ങലാട്ടോ ഇവിടെ ഫ്ലൈറ്റ്. റിയാൻ എയർ ഇത് കണ്ടില്ലേ, റിയാൻ. ഇത് സാധാരണ നമ്മളിങ്ങനെ നടന്നു പോവുക. പണ്ട് കോഴിക്കോടൊക്കെ ഇങ്ങനെ ആയിരുന്നു കേട്ടോ. പണ്ട് കോഴിക്കോടൊക്കെ ഇങ്ങനെ നടന്ന് ഇറങ്ങി പോലെ. അതേപോലെ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് കേട്ടോ നമ്മൾ പോകുന്നത്. കണ്ടില്ലേ, തിരാന ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പം എൻ്റെ 64ാമത്തെ രാജ്യം നമ്മൾ കാലെടുത്ത് വെച്ചു. എൻ്റെ 64ാമത്തെ രാജ്യം, നമ്മളെ ഈ യാത്രയിൽ 5ാമത്തെ രാജ്യം. നമ്മൾ ഒമാൻ, തുർക്കി, ബൾഗേറിയ, റൊമാനിയ, നൗ അൽബേനിയ. താടിയൊക്കെ നിറച്ച് സൈഡായിട്ടുണ്ട്, പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ യാത്രയിൽ ഭയങ്കര തണുപ്പിൻ്റെ യാത്രയിൽ നമുക്ക് പഠിക്കാനൊക്കെ ഒന്നും കഴിയില്ല. ഭയങ്കര സ്ക്രാച്ച് വിചാരിച്ചിട്ടാണ് പഠിക്കാതെ ഇരുന്നത് കേട്ടോ. ഒരു സാധാരണ എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഇതൊരു പുതിയ ക്ലാസ് ഇതൊക്കെയാണ്. പക്ഷെ ഇവിടുത്തെ ഒരു ഫ്ലൈറ്റിലേക്ക് ആൾക്കാരെ നടത്തിച്ച് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഒരു യൂറോപ്പിലെ എയർപോർട്ടിൻ്റെ കോലാണ്. നമ്മൾ ഇന്ത്യയിൽ പോലും ഇപ്പോൾ ഇങ്ങനത്തെ എയർപോർട്ടില്ല. ഒരു യൂറോപ്പിലെ എയർപോർട്ട് ഈ രീതിയിലാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ് ആട്ടത്, റിയാൻ എയർ. ഇവിടെ നമ്മൾ അൽബേനിയ ഫുള്ള് മലകളാട്ടോ. നമ്മളെ മദർ തെരേസൻ്റെ നാടുകൂടിയാണ്. അപ്പോൾ നമ്മളിനി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് അൽബേനിയ. തോന്നുന്നു നമുക്ക് ആ ലൈനിൽ പോകേണ്ടി വരും ഇൻ്റർനാഷണൽ എമിഗ്രേഷനിൽ. വിസ ഇവിടെ നിന്ന് കിട്ടണം കേട്ടോ, നമുക്ക് സ്വന്തമായിട്ട് വിസ ഇല്ല. നമ്മളെ എമിഗ്രേഷൻ കഴിഞ്ഞിട്ടോ 3 മാസം ആണ് നമുക്കിവിടെ എൻട്രി ഉള്ളത്. പക്ഷേ ഇവർ സീല് ചെയ്യില്ല കേട്ടോ, പാസ്പോർട്ടിൽ സീലില്ല. ഒരു സിസ്റ്റത്തിലടിച്ച പാസ്പോർട്ട് തിരിച്ചു തരികയായി, നമ്മളെ ഹോങ്കോങ് ഒക്കെ പോലെ. അപ്പോൾ നമുക്ക് പാസ്പോർട്ടിൽ അറിയാൻ കഴിയില്ല നമ്മൾ അൽബേനിയയിൽ വന്നിട്ടുള്ളത്. സിസ്റ്റം കൈകാര്യം ചെയ്യുമ്പോൾ അറിയുള്ളൂ. ഇതാണ് ഇതിൻ്റെ ലഗേജിൻ്റെ. നമ്മളൊരു ഡൊമസ്റ്റിക് എയർപോർട്ടിനെ പോലെ ഉണ്ട്. മൊത്തത്തിൽ ഇത്ര തന്നെ ഉള്ളൂ കാര്യങ്ങൾ, ഇതിൽ കൂടുതലായിട്ടൊന്നുമില്ല. ഇവിടെ ഒരു എക്സ്ചേഞ്ച് ഉണ്ട്. നോർമൽ, എല്ലാം നോർമൽ, വെരി 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 ലോ. പക്ഷേ എമിഗ്രേഷനൊക്കെ നല്ല ആൾക്കാരാട്ടോ, നല്ല ആൾക്കാരും നല്ല രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ചിൽ ചെറിയൊരു കുറച്ച് പൈസ മാറുകയാണ്. നമ്മൾ ഇന്ത്യൻ്റെ 1.10 കിട്ടും കേട്ടോ. അതായത് ഇന്ത്യൻ്റെ 1 രൂപ കൊടുത്താൽ ഇവിടെ 1.10. നമ്മൾ ഇന്ത്യൻ്റെ അത്ര തന്നെ വാല്യൂ ഇല്ല അവിടെ. നമ്മളിപ്പോൾ യൂറോ വാങ്ങുകയാണെങ്കിൽ ഇന്ത്യക്ക് ഒരു 88 റുപ്യട്ടല്ലേ ഉണ്ടാകുക, അവിടെ നമുക്ക് 92, 96 റുപ്യ തിരിച്ച്. ഇതിൽ നമ്മളെ എക്സിയിൽ കാണിക്കുന്നത് 98, 99 കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെക്കാടിയും ഒരു 10 പൈസൻ്റെ വ്യത്യാസമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. വലിയൊരു വലുപ്പമൊന്നുമില്ല. പുറത്തും സൗകര്യങ്ങൾ, ആൾക്കാരിങ്ങനെ സാധാരണമായിട്ട് നിൽക്കുന്നുണ്ട്. റെൻ്റേ കാർ ഉണ്ട് കേട്ടോ, 20 യൂറോ. 20 യൂറോക്ക് റെൻ്റേ കാർ കിട്ടും നമുക്കവിടെ. പിന്നെ ഇപ്പോൾ നമുക്ക് കണക്ഷൻ എടുക്കണം. കണക്ഷൻ എൻ്റേത് ഇൻ്റർനാഷണൽ റോമിംഗ് ഉണ്ട്, പക്ഷെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു നോർമൽ എയർപോർട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബസ്സുള്ള സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റുന്നതാണ്. എയർപോർട്ടിൻ്റെ കണ്ടങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്ക് അത്ര വലിയ എയർപോർട്ടൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ബസ്സിനൊക്കെ സുഖമായിട്ട് ഇവിടുന്ന് യാത്ര ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ കഴിഞ്ഞ 2 രാജ്യങ്ങളായ ബൾഗേറിയയും റൊമാനിയയും വെച്ച് നോക്കുമ്പോൾ ഇവിടെ വന്നപ്പം കുറച്ചുകൂടി ആൾക്കാരെ പെരുമാറ്റം, സൗകര്യങ്ങൾ ഒക്കെ വളരെ സുഖമായിട്ട് തോന്നി. താങ്ക് യു. നോ കമ്മിങ്. നമുക്ക് ടാക്സി വിളിച്ചതാണ് ഇവർ. നമ്മൾ ബസ്സിനാണ് പോകുന്നത് തിരാനയിലേക്ക്. ഇവിടെ എയർപോർട്ടിൽ നമുക്ക് ബസ് ഉണ്ട്. ആ ബസ്സിന് നമ്മൾ പോകുന്നതായിരിക്കും. വേറെ ഇനിയിപ്പം നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് കേട്ടോ പോകുന്നത്. ഹോസ്റ്റലിൽ പോയിട്ടുള്ള ബാക്കിയുള്ള വിവരങ്ങൾ വളരെ സുഖമാണ്. 90 ദിവസം വാലിഡിറ്റി ഉണ്ട് വിസക്ക്, പൈസയൊന്നുമില്ല. സോറി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബസ് പോവുകയാണ് സിറ്റി സെൻറ്ററിൽ. നമ്മളതിൻ്റെ തൊട്ടടുത്തേക്കാണ്. ഇവിടുത്തെ 400 പൈസ രൂപയാണ്. അതായത് യൂറോ, 4 യൂറോ കൊടുത്താൽ നമുക്ക് ഇവിടെ ഇതിൽ പോകാൻ പറ്റും കേട്ടോ. അപ്പം ഇവിടുന്ന് സിറ്റി സെൻറ്ററിലേക്ക് 4 യൂറോ ആണ് നമ്മളെ ചിലവ്. ബസ് കയറുകയാണ്. അങ്ങനെ നമ്മൾ തിരാന സിറ്റിയിലെത്തി കേട്ടോ. അപ്പോൾ നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 4 യൂറോ ആണ് നമ്മൾ കൊടുത്തത്. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. എയർപോർട്ട് കുറച്ച് ദൂരത്താണുള്ളത്.
അപ്പോൾ നമ്മൾ താമസിക്കാൻ ഹോസ്റ്റൽ എടുത്തത് ഇവിടെ ഇതിലാണ്, അതായത് സിറ്റി സെൻറ്ററിൻ്റെ അടുത്ത് തന്നെ. 11 യൂറോ ആണ് നമുക്ക് സ്റ്റേക്ക് ഉള്ളത്, 11 യൂറോ. അപ്പോൾ നമ്മൾ തിരാന സിറ്റി ആയതുകൊണ്ട് നമ്മൾ 2 ദിവസത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ബിൽഡിങ്ങിൻ്റെ പുതിയ ബിൽഡിങ്ങൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു നല്ല ഡെവലപ്പ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മൾ റുമാനിയ, ബുക്കറസ്റ്റും സോഫിയ, ബൾഗേറിയ കണ്ട പോലെ ഒന്നും എല്ലാം തോന്നുന്നു. കുറച്ചൊരു കളർഫുൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1-2-3 ദിവസം ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ പ്രത്യേകതകൾ, ഇവിടെ അപ്ഡേഷൻസ് ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഒരു ഏരിയ കേട്ടോ. ഇതാ ഈ ചെടികളൊക്കെ ആയിട്ട്, ഇതാണ് നമ്മളെ ഹോസ്റ്റൽ കേട്ടോ, ബ്ലൂ ഡോർ ഹോസ്റ്റൽ. നമ്മൾ ഹോസ്റ്റലിലേക്ക് കയറുകയാണ്. ഇതാണ് സെറ്റപ്പ്, ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടോ. ഹോസ്റ്റലാണ്, അടിപൊളി. നമുക്കിനി കാണാം. നമ്മൾ ഇവിടെ വരുമ്പം തന്നെ ഇവിടെ ഷൂസ് അയച്ച് വെക്കണം കേട്ടോ. ഫസ്റ്റ് തന്നെ ഷൂസ് അയച്ച് വെച്ചിട്ട് നമുക്കിവിടെ ചെരുപ്പ് തരും. ഒരു ചെരുപ്പ് തരും. ഇതാണ് റിസപ്ഷന്. ഇതാണ് ഹൈക്കിംഗ് ടു ടേക്ക് ബൊളീവിയ എന്നുണ്ട് ഒരു പരസ്യമൊക്കെ വെച്ചിട്ടുണ്ട് ഇവർ. ഒരു ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു അടിപൊളി സംഗതി കേട്ടോ. അപ്പോൾ നമുക്കിനി റൂംസിലേക്ക് പോകുന്നത് ചെറിയൊരു റിസപ്ഷനാണ്, ബാക്കി നോക്കി ചെയ്യാം. ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇന്നലെ വന്ന് ലേറ്റായി, ഭയങ്കര ക്ഷീണമായിരുന്നു. നിങ്ങൾക്കറിയാലോ, 3-4 ദിവസത്തെ നെട്ടോട്ടായിരുന്നു യൂറോപ്പിൻ്റെ അകത്ത്. അപ്പോൾ അത് നമ്മൾ തിരിച്ചിവിടെ ടിറാനയിലെത്തി. ഇനി നമ്മളെ വിസ 90 ദിവസത്തെ വിസയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് റിലാക്സാണ് ഇനിയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വന്ന് ക്ഷീണം കൊണ്ട് മാറ്റിയിട്ടോ, ശരിക്കും കിടന്നുറങ്ങി. പുറത്ത് റൂമിൻ്റെ പുറത്ത്, റൂമിനകത്ത് 1-2 ആൾ കിടക്കുന്നുണ്ട്, വയ്യ കാണിക്കാൻ. ഇതാണ് അടിപൊളി, എന്താ പറയുക, ഹോസ്റ്റലാണ് കിട്ടിയത്. 11 യൂറോ ആണ് കേട്ടോ. പക്ഷെ അടിപൊളി ഹോസ്റ്റലാണ്, നല്ല റിലാക്സ് ഉള്ള സമയമുള്ള, വൃത്തിയുള്ള, നല്ല സൗകര്യമുള്ള ഇത്. വിത്ത് ബ്രേക്ക്ഫാസ്റ്റാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങിയതാണ്. രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ടാവും. ബ്രേക്ക്ഫാസ്റ്റിന് ഇറങ്ങിയാണ്. അതിൻ്റെ ഇടയിലുള്ള ഒരു കാഴ്ച കൂടി ഇവിടുന്ന് കാണിക്കാം കേട്ടോ. ഒരു സെക്കൻഡ്. നിങ്ങൾ കണ്ടാണ് മരത്തുപല്. അപ്പോൾ ഇവിടുത്തെ നാരങ്ങയൊക്കെ അങ്ങനെ വന്ന് നിൽക്കുന്ന സമയം തൊട്ടപ്പുറം കണ്ടില്ലേ. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുകയാണ്. ഇനി നമുക്ക് കാഴ്ചകളിലേക്ക് പോകണം. അതിൻ്റെ മുന്നേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകാം കേട്ടോ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ്, ഗുഡ് മോർണിംഗ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. കോഫിക്കുള്ള സൗകര്യങ്ങൾ വലിയൊരു ഹെവി ഇതിലല്ല, ഇതുണ്ടെങ്കിൽ സൽക്കാരത്തിന് നിർത്തിയ മാതിരി ബ്രേക്ക്ഫാസ്റ്റ്. എങ്ങനെയുണ്ട്? ബ്രേക്ക്ഫാസ്റ്റ് ഒരു സൽക്കാരം തന്നെയാണ്. ഇത് ബ്രെഡിൻ്റെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരാൾ ഉണ്ടാക്കുന്ന ഒരു വീടിൻ്റെ അറ്റ്മോസ്ഫിയറിലാണ് നമുക്കുള്ളത്. ഒരു വീട്ടിൽ നമ്മൾ ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതേ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സിസ്റ്റമാണ് ഒരുക്കിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ സൗകര്യം ഒരുക്കിയതാണ് ഏറ്റവും ഇഷ്ടം. ഫുഡൊക്കെ നോർമൽ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്, പക്ഷെ അടിപൊളി. അതേപോലെ തന്നെ സൗകര്യങ്ങൾ ഇവിടെ ഇരിക്കാനും, നമുക്ക് കഥ പറയാനും, കളിച്ചിരിക്കാനും, ബുക്കുകൾ വായിക്കാനും, കാഴ്ചകൾ കാണാനും ഒക്കെ ഉള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ ഒരു അടിപൊളി ഇതാണ്. ഇവിടെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് ഗസ്റ്റ് റെസ്പോൺസ് കാപ്ലിംഗ് സീയിങ് സോൺ, ചീപ്പ് ഫ്ലൈറ്റ് 40%, വെരി ചീപ്പ് ഫ്ലൈറ്റ് 5%. ഇതാണ് കാണിക്കുന്നത്. വൈആർഒ ഇൻ ടിറാന ഗസ്റ്റ് റെസ്പോൺസ്. അത് ശരി, അത്രയും കുറഞ്ഞ ഫ്ലൈറ്റിൻ്റെ സർവീസ് ഇവിടേക്ക് ഉള്ളതിൻ്റെ പേരിലാണ്. അടിപൊളി. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പഴയ ആ സമയം എന്തുകൊണ്ട് വരച്ചു വെച്ചത്. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടമായി. ഈ യാത്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതുവരെയുള്ളതിൽ ഇതായി മാറി കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ടിറാനയിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് നമ്മളെ ആയുഗൻ്റെ ടീഷർട്ടാണ് യൂസ് ചെയ്തത്. ഡ്രസ്സുകളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് പുതിയ ഇതിലേക്ക് വന്നു. അപ്പോൾ നമ്മളെ റൂമുണ്ട് കേട്ടോ. നമ്മൾ താമസിച്ച ഹോസ്റ്റലിൻ്റെ ഇവിടെ 8 ബെഡുകളാണുള്ളത് നമ്മളെ റൂമിൽ. ഇതിൽ നമുക്ക് ഓരോ ലോക്കർ ഉണ്ടാവും. ഈ 5 എന്ന് പറയുന്നത് എനിക്ക് തന്നെ ലോക്കറാണ്. ഇവിടെ ആകെ 2 പേരേ ഉള്ളൂ. ഒന്ന് US നിന്ന് വന്ന ആളും ഒന്ന് ഞാനും. ഇതാണ് എനിക്ക് കിടക്കാനുള്ള സ്ഥലം. നമുക്ക് വളരെ വിശാലമായിട്ടുള്ള ഉപയോഗിക്കാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇത് ടോയ്ലറ്റ് കേട്ടോ. ടോയ്ലറ്റ് കണ്ടില്ല നിങ്ങൾ, ഇതാ ഇത്രയും വലിയ ടോയ്ലറ്റ് നമുക്കുണ്ട് ഉപയോഗിക്കാൻ, സുഖമായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ബാൽക്കണി കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാൽക്കണി കണ്ടില്ല നിങ്ങൾ, നല്ല ഓറഞ്ചൊക്കെ ഉള്ള അടിപൊളി ബാൽക്കണി. ഓരോരോ ഫ്രൂട്ട്സുകളാണ് ഇവിടെ നമുക്ക് ചിക്കിയിടാൻ കാര്യങ്ങൾക്കൊക്കെ. ഇന്ന് അത്യാവശ്യം വെയിലുണ്ട്. ഇവിടെ കൂടുതൽ തണുപ്പില്ല. ഇവിടെ 7 ഇന്നത്തെ തണുപ്പ് കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ റിസ്ക്കുകളൊന്നുമില്ല. നമുക്ക്
സോഫിയയിലും ബുക്കറസ്റ്റിലൊക്കെ വന്നപ്പെട്ട അനുഭവങ്ങളൊന്നും തണുപ്പിൻ്റെ അത്രയും മൈനസിൻ്റെ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ നമ്മളിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കാഴ്ചകളായിട്ട്. നമുക്ക് അൽബേനിയൻ്റെ ടിറാന എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നുള്ള പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളാണ് ഇന്ന് കാണാനുള്ളത്. ഇന്ന് മൊത്തം നമ്മൾ ടിറാനൻ്റെ വ്യൂസ് ആയിരിക്കും കേട്ടോ നമുക്കുണ്ടാവും അൽബേനിയയിൽ. അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്കിതാ ഈ ബ്രെഡ് കാര്യങ്ങൾ ഇതുണ്ട്, ഇത് സലാഡ്സ് കാര്യങ്ങൾ. ബ്രദർ ക്യാൻ യു ഇൻട്രൊഡ്യൂസ് യു? ഒരു ഫ്രണ്ടാണ്, ഫ്രം ജർമ്മനിയാണ്. നമ്മൾ ഇന്ത്യയിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. യു കെയിം ഇൻ മാംഗ്ലൂർ, തമിഴ്നാട്, ഓൾ സിറ്റീസ്. നെക്സ്റ്റ് ടൈം കെയിം കേരള. വെൽക്കം. Thank you so much. Okay, your good name? Gregor. Gregor. And my name, your name please? My name is Faris, saya dari Indonesia. Okay. You have been in India? Anytime? I've been to Mumbai airport, that's it. Just the airport? Just the airport. Okay, transit? Transit, yeah. Okay. How are you? Everything okay? Yeah, I'm great, thank you so much. Okay. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇത് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് ജ്യൂസ് ഉണ്ട്, ഇത് അവിടെ കോഫി ഉണ്ട്. അപ്പോൾ നമ്മളിത് കഴിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ 11 യൂറോയിൽ ഇൻക്ലൂഡാണ് കേട്ടോ. ഹായ്. Hello, I'm Yeah, Helen. tell me about your name please. I'm Helen. I'm from the UK. UK/France. Okay. Then brother, you please tell us. Welcome back, and today I'm going to tell you about this guy. He's been traveling for 11 days. Oh wait, 11 countries in 15 days with a budget of 50,000 rupiah. How does he do it? Yeah. Crazy, right? Yeah, but I can do. Of course. Yeah, he's Okay. You have any question you ask me, I can tell you the details. Oh, How will how much do you spend a day? one day, not one day target, this one. Still now, this is my fifth country, this trip. But yesterday, it is 24,000 Indian rupees. Now, yeah, So you spent half of it already? 24,000 with the fly. Okay. Yeah, now I have 26,000 Yeah. from today. Yeah. 26,000 rupees. And how do you get cash? Because here in Albania they have luck. Yeah, I change it every time. Any country, I change it from airport or the border in checkpoints. With 50,000 rupees. Yeah, Cash. 50,000 rupees. Cash, euro. Make euro, I have euro cash. Smart, yeah. Yeah. More powerful. Yeah, everything. Okay? So you went from rupee to euro, and from euro to country. Yeah, rupee to euro from India. I make already in my hand. Oh, okay, smart. Means 550 euro. Yeah. And where do you eat each day? No, you I have eat breakfast at the basic stay? this morning finish. Then I eat something 2 euro, 3 euro, some sandwiches, Okay. burger, like this. Get it, that, okay? Thank you very much. Bread. No problem. This travel, travel with food, not enjoying. Okay. We need travel, little food. It is better for health also. Yeah. Okay. Thank you. Nice to meet you. And I'm going. Thank you very much. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ കണ്ടില്ല, ഇതുപോലെ മാപ്പ് ഉണ്ട് ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടിറാന കണ്ടില്ല. ടിറാനയിൽ നിന്നും ഡറസ് എന്ന് പറഞ്ഞ ബീച്ച് ഭാഗത്ത് കേട്ടോ നമ്മൾ പോകുന്നത്. നേരെ ഇറ്റലീൻ്റെ ഓപ്പോസിറ്റായ ബീച്ച് ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഞാൻ വീണ്ടും നിങ്ങളെ ഹോസ്റ്റൽ കാണിക്കുന്ന ഹോസ്റ്റൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കേട്ടോ. കണ്ടില്ലേ ഈ ഓറഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങുകയാണ് പുറത്തേക്ക്. അത് കാറിൻ്റെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ അടിയിൽ. ബിൽഡിങ്ങിന്, ചെറിയ ബിൽഡിങ്ങിന് പോലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മൾ സിറ്റികൾ പ്രത്യേകിച്ച് എടുക്കേണ്ടിയില്ല സ്പെഷ്യലുകളല്ലാതെ. ഇത് കണ്ടില്ലേ ബൈക്ക് പോകുന്നത്, ഇത് ബൈക്കിനുള്ള ട്രാക്കാട്ടോ. കുറച്ചൊരു വൃത്തി കുറവുണ്ടെങ്കിലും സംഗതികളൊക്കെ ഉണ്ട്. ട്രാക്ക് ഇങ്ങനെയാണ്, ബോർഡർ ഇട്ടിട്ടല്ല. അപ്പോൾ അതിൽ ഇങ്ങനത്തെ കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിലൂടെ സൈക്കിളും പിന്നെ അതേപോലെ ബൈക്കിനും പോകാനുള്ളൊരു സംവിധാനമാണ്. മറ്റേ ട്രാക്കാണ്. അങ്ങനെ ഒരു തരം തിരിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് അൽബേനിയയിലെ സിറ്റീൻ്റെ അകത്ത് കാണാൻ കഴിയുന്നത്. ഇതാണ് അൽബേനിയയിലെ ടിറാനയിലെ ഒരു സ്ക്വയറാണ്. ബസ് സ്റ്റാൻഡ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ. ഇവിടെ ഒരുപാട് പ്രൊജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു വരുന്ന ഒരു 5 വർഷം ആകുമ്പോഴേക്ക് അൽബേനിയൻ്റെ ഈ ഏരിയാസൊക്കെ അടിപൊളി ഏരിയ ആയി മാറുമെന്നാണ് എനിക്ക് ഇവിടുത്തെ ഒരു കാഴ്ചകൾ മനസ്സിലാവുന്നത്. കാരണം ഇവർ ടൂറിസത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയോ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ വരുന്നുണ്ട്. ശരിക്കും ഇവർ ഡെവലപ്പ് ഡെവലപ്പ് ആവാൻ പോകുന്ന ഒരു രാജ്യം തന്നെയാണ് കേട്ടോ. ഡൊറസ് എന്ന് പറഞ്ഞ നമ്മൾ ബീച്ച് ഏരിയയിലേക്ക് കേട്ടോ പോകുന്നത്. നമ്മൾ ഡൊറസ് എന്ന് പറഞ്ഞ ഒരു ബീച്ച് ഏരിയ ഉണ്ട്, 35 കിലോമീറ്റർ ഇവിടുന്ന്. അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ അങ്ങോട്ടേക്കാണ്. അപ്പോൾ ഒരു സിറ്റി ബസ് കയറിയിട്ട് അതിൻ്റെ ബസ് സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ്.
അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക. നമ്മൾ അടിപൊളി ബീച്ച് ഏരിയയാണ്. ഇറ്റലീൻ്റെ നേരെ ഓപ്പോസിറ്റ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ ഓരോരോ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബൾഗേറിയയിൽ കണ്ടതുപോലെ തന്നെ ഇവിടെ പിന്നെ മുസ്ലിങ്ങളാണ് മെയിനായിട്ടുള്ളത്. കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. ഇവർ എന്തോ പറഞ്ഞിട്ട് അതെ എന്തോ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രതിഷേധം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഈ ഫാമിലിക്ക് എന്തോ ഒരു ഇഷ്യൂ ഉള്ള ഫാമിലി ഉണ്ടാകുന്ന തോന്നുന്നു. ഇവർ 5 പേരെ ഇവരെ കൂടെ ആൾക്കാർ സപ്പോർട്ടിന് പോവുകയാണ്. റാഗ് എന്താണ് പല ഭാഷയിൽ തന്നെ ഉള്ളൂ, നമുക്കൊന്നും മനസ്സിലാവുന്ന ഭാഷകളൊന്നും കാണില്ല. പെക്സിം എന്തോന്ന് പറയുന്നുണ്ട്. ഇവരെ പ്രതിഷേധം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ്, ക്യാമറാമാനൊക്കെ, സെക്യൂരിറ്റി ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എന്തോ സീരിയസ് ആയിട്ടുള്ള ഒരു പെട്ടെന്നുള്ള പ്രതിഷേധമായിട്ടാണ് തോന്നുന്നത്. സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചിട്ടാണ് കാര്യമായിട്ട് ചെയ്യുന്നത്. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. എന്തായാലും പോലീസ് സെക്യൂരിറ്റിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ജനാധിപത്യം ആയതുകൊണ്ട് പ്രതിഷേധമൊക്കെ നമ്മളെ UK പോലെ, നമ്മളെ നാട് പോലെ ഇവിടെയും ചാൻസസ് ഉണ്ട്. ഇവർ വരുന്നതിനനുസരിച്ച് ഇവിടെ റോഡ് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് നിർത്തട്ടോ പോലീസ്. എന്നിട്ട് പോലീസ് ഇനി അവിടെ ആ ജംഗ്ഷൻ വല്ല പാസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഇതിലെ വാഹനങ്ങൾ വരുള്ളൂ. അങ്ങനെയാണ് ഇവർ വാഹനം ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. ന്യൂസ് ചാനൽസൊക്കെ ഉണ്ട്. സംഭവം കാര്യമായിട്ടുള്ള എന്തൊക്കെയോ പ്രതിഷേധങ്ങളാണ്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈക്കിളിൻ്റെ നമ്മൾ കാണുന്ന സാധാരണ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. പൊതുവേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂറോപ്പിൻ്റെ ഒരു നോർമൽ വേർഷൻ ബൈക്കുകളുണ്ട്. അപ്പോൾ ഒരു നോർമലായിട്ട് നമ്മൾ കാണുന്ന ഒരു യൂറോപ്പിൻ്റെ ഒരു വേർഷനാണ് അത്. വർഷങ്ങൾക്ക് മുന്നേ സെറ്റപ്പായിട്ടുള്ള ഒരു വേർഷനായിട്ടാണ് തോന്നുന്നത്. പുതിയതായിട്ട് ഉള്ള ഡെവലപ്പൊന്നും ഈ റോഡ് സൈഡുകളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ കൺസ്ട്രക്ഷൻ നന്നായി നടക്കുന്നുണ്ട് കേട്ടോ. കൺസ്ട്രക്ഷൻസ് നന്നായിട്ട് നടക്കുന്നുണ്ട്. ഡെവലപ്പ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമ്മൾ ബൾഗേറിയയോ റൊമാനിയോ കണ്ട പോലെയല്ല. ഇവിടെ ഔട്ട്സൈഡ് ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ടൂറിസം ഡെവലപ്പാണെന്നാണ്. ടൂറിസം വലിയൊരു എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാൽ കുറവ് ഇന്ത്യനെക്കാട്ടി കുറവൊന്നുമല്ല. ഇന്ത്യൻ്റെ ഒരു നോർമൽ റേറ്റായിട്ട് നമുക്ക് വരും. ടിറാന സിറ്റീൻ്റെ ഞാൻ ഇന്നലെ കാണിച്ചില്ല, അതേപോലെ കണ്ടില്ല നിങ്ങൾ. ഈ മലച്ചെരുവുകൾ, ഈ കറുത്ത മലകളും ഐസുമാണ് ഇതിൻ്റെ ചുറ്റുപെട്ട് കേട്ടോ. വലിയ സിറ്റിയാണ്. പക്ഷെ ഇതിൻ്റെ ഏത് ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇതേപോലത്തെ മലൻ്റെ ഒരു കീഴ്വാരങ്ങളിലാണ് ഈ വലിയ സിറ്റി നിലനിൽക്കുന്നത്. ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഇപ്പം നമ്മൾ റൂറൽ ഏരിയകളിൽ നമ്മളവിടെയൊക്കെ ഇപ്പോൾ സിറ്റി തുടങ്ങുന്ന സ്ഥലത്ത് ബസ് സ്റ്റാൻഡ് തുടങ്ങില്ലേ, അതേപോലെ ടിറാനിൻ്റെ ഒരു ഭാഗം തുടങ്ങുന്ന ഭാഗത്താണ് ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡുകൾ കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ഓരോ രാജ്യത്തേക്കും ഓരോ വലിയ വലിയ ലോങ് സ്പേസിലേക്കൊക്കെ ആൾക്കാരെ വിളിച്ച് കയറ്റിയിട്ട് ഇതേപോലെ ബസ്സുകൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബുറസിലേക്കാണ് പോകില്ല. അവിടുത്തെ ബസ്സിനെ പറ്റിയിട്ടൊന്ന് അന്വേഷണം നടത്താം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ ഡൂറസ്, കണ്ടില്ല നിങ്ങൾ ബോർഡ് വെച്ചത്. ഡൂറസ് എന്ന് പറഞ്ഞ ബസ് ഇതിലാണ് നമ്മൾ പോകുന്നത്. ഡൂറസ് എന്ന് പറഞ്ഞ ബസ്സിന് 200 കേട്ടോ. 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 യൂറോ. 2 യൂറോ ആണ് ഡ്യൂറസിലേക്കുള്ള ബസ്. നമ്മൾ കയറാൻ പോകുന്ന അടിപൊളി ബസ്സാണ്. 1 മണിക്കൂർ കൊണ്ട് എത്തും. നമ്മളെ 2 യൂറോ, അതായത് 180 വരില്ല, 180ഓളം പൈസ രൂപയാണ് നമുക്ക് വരിക. ഞാനിപ്പോൾ ഇതിൽ കയറുകയാണ് കേട്ടോ. അപ്പോൾ ഡ്യൂറസിലേക്കുള്ള ബസ്സിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. വലിയ ബസ്സാണ്. നമ്മൾ അതിലുള്ള യാത്രയാണ്. ഇനി 1 മണിക്കൂർ യാത്ര നമുക്ക് നാട്ടിലത്തെ 180 രൂപ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ബീച്ചിൻ്റെ നല്ല അടിപൊളി ഇറ്റലീൻ്റെ ബോർഡറായ ബീച്ച്, അവിടെ ഷിപ്പിൽ ബോർഡറുണ്ട്, നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഡ്യൂറസിലേക്കുള്ള ബസ്സിലെ യാത്രയിലാട്ടോ. സിറ്റി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നല്ല കറുത്ത മലൻ്റെ ഭാഗങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാനുണ്ട്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് എത്താം. എന്നിട്ട് അടിപൊളി ബീച്ചായ ഡ്യൂറസിലേക്കുള്ള യാത്ര. അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ ഭാഗങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ കാണാൻ കഴിഞ്ഞത് ഇവിടെ കാലിയായ സ്ഥലം വളരെ കുറവാട്ടോ. സിറ്റി ഭയങ്കരമായിട്ട് വലിയൊരു സിറ്റിയാണ് ഈ ടിറാന എന്ന് പറയുന്നതും നമ്മളിവിടേക്ക് വരുന്നതും. ഈ ഡലസ് എന്ന് പറഞ്ഞ സ്ഥലം ശരിക്ക് ഇവിടുത്തെ ഇവർക്ക് ഒരുപാട് സ്റ്റേറ്റുകളോ അല്ലെങ്കിൽ ജില്ലകളോ പോലെയുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ടിറാന കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേറ്റ് പോലെയുള്ള സ്ഥലമാണ് ഈ ഡലസ്. അവിടെയാണ് ബീച്ചിൻ്റെ എല്ലാം കിടക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഇറ്റലിയിൽ നിന്ന് യൂറോപ്പിൽ നിന്നൊക്കെ നമ്മൾ പോർട്ട് വഴി വരുന്ന ഷിപ്പ് വഴിയൊക്കെ വേണമെങ്കിൽ നമുക്ക് വരാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനിയുള്ള ഒരു വിശദമായ യാത്രയിൽ നമ്മൾ യൂറോപ്പിൽ നിന്നും ഇറ്റലി വഴി ഞാൻ മുമ്പൊരിക്കൽ വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് ഞാൻ ഗ്രീസിലേക്കായിരുന്നു പോയിരുന്നത്. ഇതിപ്പം ഇവിടെ പോർട്ടുണ്ട്. ഇവിടെ നമുക്ക് പോർട്ട് യൂസ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഈ യാത്രകളിലൂടെ നമ്മളതെല്ലാം മനസ്സിലാക്കി ഇനി അടുത്തത് വിശാലമായ ഒരു യാത്ര നമുക്കുണ്ടാവും. എന്തായാലും ഫുൾ യൂറോപ്പും ബാൽക്കൻ കൺട്രീസും എല്ലാം കൂടിയിട്ട് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഇതേപോലെ നമ്മൾ ബഡ്ജറ്റ് കുറച്ചിട്ട് തന്നെ, പക്ഷേ ദിവസങ്ങൾ കൂടിയിട്ട് ഉള്ള യാത്ര ആയിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഡ്യൂറസിലെത്തിയിരിക്കുകയാണ്. ഡ്യൂറസ് അതായത് യൂറോപ്പ്, ഇറ്റലി എന്ന് പറഞ്ഞാൽ സ്വപ്നരാജ്യം. ഇറ്റലി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഭംഗിയുള്ള രാജ്യത്തിലെ നിന്ന് നമ്മൾ ഇതേപോലെ യൂറോപ്പിലേക്ക് ആകെ വരുന്നത്. അഡ്രാനിക് സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ ഭാഗത്ത് ഇറ്റലിക്ക് മാത്രമേ ആ സൗകര്യങ്ങളുള്ളൂ. ആ അഡ്രാനിക്കിന് ഇറ്റലിയാണ് ആ ഫുള്ള് ലെങ്ത്തിൽ. ഇതിന് ക്രൊയേഷ്യ, മോണ്ടനിഗ്രോ, അൽബേനിയ, സ്ലോവേനിയ, അങ്ങനെ ഏതൊക്കെയോ രാജ്യങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതാണ് അഡ്രാനിക് സീ, അഡ്രാനിക് കടലെടുക്ക് കേട്ടോ. ആ ഭാഗത്തുനിന്നും നമ്മൾ വേണമെങ്കിൽ നമുക്ക് പോർട്ട് യൂറോപ്പിൽ നിന്നും വരാവുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ ഇതൊരു ഫേമസ് സ്ഥലമാണ്. ഇറ്റാലിയൻ ആൾക്കാരുമായിട്ടാണ് ഇവർക്ക് കൂടുതൽ സമ്പർക്കങ്ങൾ, അതായത് യൂറോപ്പിൽ സമ്പർക്കങ്ങൾ കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ കുറേ ആൾക്കാർ ഇറ്റലിയിൽ സെറ്റിലും ആയിട്ടുണ്ട്, അൽബേനിയക്കാരൊക്കെ. അങ്ങനെയാണ് അതിൻ്റെ ഹിസ്റ്ററി. അപ്പോൾ നമ്മൾ പോർട്ടിൻ്റെ ആ പോർട്ടൊന്ന് കാണാൻ പോകട്ടോ. അപ്പോൾ ഡ്യൂറസിൽ നമ്മൾ ആ പോർട്ടൊന്ന് കാണുന്ന വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ഡ്യൂറസ് പോർട്ട്. പോർട്ടിലേക്കുള്ള എൻട്രൻസ് ചെയ്യില്ല എന്നുള്ളത് അറിയുന്നില്ല. നമ്മൾ കുറച്ചൊക്കെ നടന്നു നോക്കി. ഏതായാലും ഇതിൻ്റെ അകത്താണ് പോർട്ടുള്ളത്, കണ്ടില്ലേ, ഡ്യൂറസ് ഫെറി ടെർമിനൽ. അപ്പോൾ നമുക്കത് കടക്കാൻ പറ്റുമെന്നൊന്ന് പോയി നോക്കാം. ഡ്യൂറസിൻ്റെ ഫെറി ടെർമിനലാണിത്. നമ്മൾ എങ്ങനെയാണ് അവിടേക്കുള്ള എൻട്രി നോക്കാം. നമ്മളിങ്ങനെ ഒരു പാത്ത് വേ കാണുന്നുണ്ട് കേട്ടോ, അതിലേ ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് എത്താൻ പറ്റും. ദാറ്റ് ഈസ് ബെറ്റർ. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് കേട്ടോ, അവിടെ കടക്കാനുള്ള ഗേറ്റിൻ്റെ സെക്യൂരിറ്റി ഉണ്ട്. എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഒരു തുറന്നു തന്നതാണ്. പക്ഷെ ഇവിടെ ആൾക്കാരൊന്നും കാണുന്നില്ല. ഇതിപ്പോൾ നമ്മൾ ഫെറീൻ്റെ അകത്തേക്ക് പോകാനുള്ള ഒരു വഴിയാണ് കേട്ടോ. ഇത് ടിക്കറ്റ് എടുത്തവർക്ക് പോകാനുള്ളതാണ്. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചിട്ടോ. പോർട്ടിൻ്റെ ഡെവലപ്പുകൾ നടക്കുകയാണെന്ന് തോന്നുന്നു. നമ്മൾ അൽബേനിയൻ്റെ കൊടി ഇതാട്ടോ. അൽബേനിയൻ്റെ കൊടി 2 ഈഗിളുകൾ ഇങ്ങനെ വന്നിട്ട് ഫൈറ്റ് ചെയ്ത് പിടിക്കുന്ന പോലെയുള്ള കൊടിയാണ് കേട്ടോ വരുന്നത്. ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് ഷിപ്പ് കാര്യങ്ങളൊക്കെ കണ്ടില്ല. നിങ്ങൾ ആ ഷിപ്പ് വന്ന് ലാൻഡ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഇത് മുമ്പ് ഞാൻ ഇവിടെ ഈ വഴിയിൽ ഞാൻ ഗ്രീസിലേക്ക് മുമ്പ് യാത്ര ചെയ്തിട്ടുണ്ട് ഷിപ്പിൽ. എനിക്ക് ഓർമ്മയുണ്ടത് ഒരു 10 വർഷം മുമ്പ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ദൂരത്തുനിന്ന് കണ്ട ഡ്യൂറസ് ഫെറി ടെർമിനലിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ സർവീസുകൾ അധികവും ഇറ്റലിയിലേക്കാണ് കേട്ടോ. മെയിൻ ഇറ്റലിയിലേക്കാണ്. മോണ്ടനിഗ്രോ ഉണ്ട്, അതേപോലെ ക്രൊയേഷ്യ, അങ്ങനത്തെ രാജ്യങ്ങളിൽ. എസ്പെഷ്യലി ഈ നമ്മളെ എന്താണ് ഈ കടലെടുക്കുന്നു നമ്മൾ നേരെ ഇതിവിടുത്തെ ഇതിൻ്റെ ഒരു റിസപ്ഷൻ ഏരിയ ആണ്. ഇവിടെ വോഡാഫോണിൻ്റെ ഇതുണ്ട്, അൻഡ്രാഡിക് ഫെറീസ്. അതിൻ്റെ പേര് തന്നെ ആൻഡ്രിയ ഫെറീസ് എന്നാണ്. അപ്പോൾ നമ്മൾ ആ ഷിപ്പ് ആ ഒരു കടലെടുക്കിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് അതിൻ്റെ പേരതാണ്. ഈ 2 ഷിപ്പുകളാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. അപ്പോൾ ഇവിടെ പാസഞ്ചർ സർവീസും ഉണ്ട് ഇവർക്ക്. രാവിലെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ ഇറ്റലിയിൽ നിന്നുള്ളൊരു സർവീസ് ഉണ്ട്. അതല്ലാതെ 3 ദിവസത്തെ ടൂർ പാക്കേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ അൻഡ്രാറ്റിക് കടലിടുക്കിൻ്റെ ഇടയിലുള്ള നല്ല ഭംഗിയുള്ള യാത്രകളും ഇവിടെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ അതിൻ്റെ സ്ഥലം. ഇത് നമ്മൾ അൽബേനിയയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ദിവസം നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പേസും കാര്യങ്ങളും ഈ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അതാണ് അൽബേനിയയിൽ വന്നിട്ട്. അപ്പം അൽബേനിയൻ്റെ ടെർമിനൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മതി. ഇത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇവിടെ എത്താം. ഒരു ദിവസം നമ്മൾ മെനക്കേടാണെങ്കിൽ ഒരു ട്രിപ്പും ഒരു പിന്നെ നമ്മളെ കടലെടുക്കലെ ഒരു ട്രിപ്പ് എല്ലാം കൂടി ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ഇറ്റലി ഭാഗങ്ങളിൽ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ ഇറ്റലീൻ്റെ 3-4 സ്ഥലങ്ങളുണ്ട്. ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇവിടേക്കുള്ള ഫുഡിൻ്റെ സർവീസ്, ഇവിടുന്ന് അവിടേക്കുള്ള സർവീസൊക്കെ 7-8 മണിക്കൂർ കൊണ്ട് അവിടെ എത്തുന്നതായതുകൊണ്ട് തന്നെ ഈ ഷിപ്പ് ശരിക്ക് നമ്മളെ ലഗേജിൻ്റെ ഇതേപോലെ ട്രെയിലേഴ്സിൻ്റെ ഷിപ്പാണ് കൂടുതൽ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇതിൽ കൂടെ ആൾക്കാർക്കും പാസഞ്ചർക്കും സഞ്ചരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് കേട്ടോ നമ്മളെ സർവീസിന് ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലമാണ്. ഡറസ് നിന്ന് ബാരി, അങ്കോണ, ട്രേസ്റ്റ്. ഇതിൽ ബാരി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഇറ്റലീൻ്റെ ഒരു പ്രധാന ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നും ഇവിടുന്നും ആൾക്കാർക്ക് പോകാൻ പറ്റും. അതിനുള്ള കൗണ്ടറിലുള്ള ടിക്കറ്റാണ് കാണുന്നത്. ഇവിടെ വേറൊരു ട്രാവൽ ഇതാ, അമാഡിയോ ട്രാവൽ. ഇതൊക്കെ ഷിപ്പിൻ്റെ സർവീസിൻ്റെ ഭാഗമായിട്ട് ഈ 4 സ്ഥലങ്ങളിലേക്ക് ഇവിടുന്നും ഡെയിലി ഷിപ്പുകളുണ്ട് കേട്ടോ. വളരെ ചെറിയ പൈസയും ചെറിയ മണിക്കൂറുകളേ നമുക്കുള്ളൂ.
അട്ലാന്റിക് കടലിടുക്ക് മാത്രമേ നമുക്ക് കടക്കാനുള്ളൂ, അട്ലാന്റിക്. അപ്പോൾ അതിന് വലിയ സമയം എടുക്കുന്നില്ല, കുറഞ്ഞ ദൂരെ ആ കടലെടുക്കുന്നുള്ളൂ. ഇതാണ് നമുക്ക് കാണുന്ന കാഴ്ച. ഇത് അൽബേനിയൻ്റെ ഭാഗം കേട്ടോ, ഇത് അൽബേനിയൻ്റെ ബീച്ച് ഭാഗമാണ്. ഇതാണ് അട്ലാന്റിക് കടലെടുക്ക്. ഇതിൻ്റെ അപ്പുറം നമ്മൾ നമുക്ക് അപ്പുറം പോയാൽ ഒന്നും കൂടി കാണാൻ തോന്നുന്നു. ആ ലൈന്, കറുത്ത ലൈന് ദൂരത്ത് കാണുന്നതാണ് നമ്മളെ ഇറ്റലീൻ്റെ ഭാഗം. അതായത് യൂറോപ്പിൽ ഇറ്റലി ഇങ്ങനെ നീളത്തിൽ നിങ്ങൾക്ക് കാണുന്ന ബാരി എന്ന് പറഞ്ഞ ഭാഗമൊക്കെ വരുന്നത് ഈ ഭാഗത്താട്ടോ. ഇവിടെ നമ്മൾ ബീച്ചിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് കണ്ടില്ല നിങ്ങൾ. ഇവിടെ ഫുള്ള് റെസ്റ്റോറൻറ്റുകളും പിന്നെ ബാറുകളും നമുക്ക് എന്താ പറയുക എൻ്റർടൈൻ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് എത്തി. അതായത് ഏത് രാജ്യത്തിനും നമ്മൾ ബീച്ച് ഏരിയയിൽ ഉണ്ടാകുന്ന എല്ലാ ടൂറിസ്റ്റ് സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയത് കേട്ടോ. ഇവിടെ നമുക്ക് താമസിക്കാൻ ചെറിയ ചെറിയ റൂമുകൾ, അതായത് പല രീതിയിലായിട്ടുള്ള റൂം സൗകര്യത്തോട് കൂടിയിട്ടുള്ളത്, ഹോസ്റ്റലായിട്ടുള്ളത്, അങ്ങനെ നമുക്ക് എൻ്റർടൈൻ ആയിട്ട് ബന്ധപ്പെട്ട് എവിടെ എന്തിനു വേണ്ടിയിട്ടുള്ള രീതിയിലും നമുക്കിവിടെ സംഭവം ബസ് സർവീസ് ഉണ്ട്. ഇതിലെ ഇവിടെയൊക്കെ സൗകര്യങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാർ താമസമുണ്ട്, ആ സൈഡിൽ താമസമുണ്ട്. ഇവിടെയൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. കണ്ടില്ലേ, ഡെവലപ്പിംഗ് പുതിയ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആൾക്കാരൊക്കെ വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ട്. കണ്ടില്ല, നമ്മളത് പോർട്ടാട്ടോ. ഇതാണ് നമ്മൾ കണ്ട പോർട്ട്. നമ്മൾ നേരത്തെ കണ്ട ആ ലൈനാണ്. അപ്പുറം നിങ്ങൾക്ക് കാണുന്നതാണ് ശരിക്കും യൂറോപ്പ്, ഇറ്റലി. ഓക്കെ, അവിടെ നിന്നും 7 മണിക്കൂർ യാത്രയിലാണ് നമുക്ക് ഷിപ്പ് ഇവിടെ ഈ ഭാഗത്തേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര ഡെവലപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബീച്ചിലേക്ക്. അപ്പോൾ തിരാന വരുന്ന നിങ്ങൾക്ക് അൽബേനിയയിൽ ഒരു 1.5 മണിക്കൂർ നേരത്തെ യാത്രയെ നമുക്ക് ബീച്ചിലേക്കുള്ളൂ. 1-2 ദിവസം ഇവിടെ ചിലവഴിച്ചാൽ വലിയ എക്സ്പെൻസ് ഒന്നുമില്ല. നല്ല ഉരുളക്കല്ലുണ്ട് കേട്ടോ ഇവിടെ, വളരെ വില, നമ്മുടെ നാട്ടിൽ ഭയങ്കര വിലയിന്. അപ്പം അതേപോലെ വലിയ ചിലവൊന്നുമില്ല ഇവിടെ വന്ന് നിങ്ങൾക്ക് പോകാൻ, താമസിക്കാനൊന്നും. കുറച്ചുകൂടി ഈ സീസണ് വളരെ റേറ്റ് കുറവാണ്. പക്ഷേ മറ്റുള്ള രാജ്യം പോലെ, യൂറോപ്യൻ രാജ്യം പോലെ ഇവിടെ വലിയ തണുപ്പൊന്നുമില്ല. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തണുപ്പുമാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇവിടെ ബീച്ചുകളിലൊക്കെ ഇതുപോലെ റോഡ് വന്നു കഴിഞ്ഞാൽ ഹോട്ടൽ സൗകര്യങ്ങൾ വർക്ക് കണ്ടില്ലെങ്കിൽ അടിപൊളി ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. എനിക്ക് തോന്നുന്നു ഒരു കൊല്ലം കൊണ്ടൊക്കെ ശരിക്കും അടിപൊളി ഒരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെ ആയി മാറാൻ സാധ്യതയുണ്ട്. ശരിക്കും നമ്മൾ എവിടെ നോക്കിയാലും ടൂറിസവും ഡെവലപ്പും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ നല്ലോണം മുന്നോട്ടേക്ക് പോകുന്നുണ്ടെന്ന് നമുക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പൂളിലൊക്കെ കുളിക്കാനുള്ളതുപോലെ ഇവിടെ കണ്ടില്ല നിങ്ങൾ, കടലിലേക്ക് സ്റ്റെപ്പൊക്കെ വെച്ചിട്ടോ, ഈ കെട്ടൊക്കെ കെട്ടിയിട്ട് സ്റ്റെപ്പ് വെച്ച് കടലിൻ്റെ അകത്ത് കണ്ടെങ്കിൽ ഇതേപോലെ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങൾ വെച്ച് അത് അടിപൊളിയായിട്ടുണ്ടല്ലേ. ഞാൻ എവിടെയും കണ്ടില്ല ഇങ്ങനെ ഒരു സൗകര്യം ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ഇറങ്ങാമെന്നല്ലാണ്ട് പൂളുമായിട്ട് സെറ്റ് ചെയ്ത് കണ്ടത് ആദ്യമായിട്ടാട്ടോ. കണ്ടില്ലേ, ബീച്ചിനോട് ചേർന്നിട്ട് പുതിയ വലിയ പ്രോജക്റ്റുകളാണ് വരുന്നത്, വലിയ വലിയ പ്രോജക്റ്റുകൾ. അതിനർത്ഥം നമുക്കിനി ഇവിടെ അടിപൊളി ടൂറിസം പ്രതീക്ഷിക്കാൻ തന്നെയാണല്ലോ. അങ്ങനെ നമ്മൾ ഡുറാസിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇന്ന് തണുപ്പിൽ ലേശം കുറവുണ്ട്. നമ്മൾ നേരെ ടിറാനയിലേക്ക് തന്നെ പോവാണ്. ടിറാനയിലെ ലോക്കൽ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. കൈനോർത്തോളമുള്ള കാഴ്ചകൾ നമുക്ക് കാണണം. കാരണം ഇവിടെ നേരത്തെ തന്നെ ഇരുടാകുന്നതാണ്. ഇരുട് പെട്ടെന്നാകുന്നതുകൊണ്ട് നമ്മൾ കാഴ്ചകൾ പെട്ടെന്ന് കാണണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ ഡുറാസിലെ കാഴ്ചകൾ നിങ്ങൾ കണ്ട് ബീച്ച് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയുള്ളൂ. ബാക്കി നമ്മൾ നേരെ ടിറാനയിലേക്ക് കേട്ടോ, ടിറാനയിലേക്ക് പോവുകയാണേ. Come on with us. Tirana going? Going Tirana. I am coming Tirana. This okay. This okay, this bus going, huh? Now going? No. ഇങ്ങനത്തെ കുറേ പഴയ നിർമ്മിതികളുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഈ ഇഷ്ടികയിലുള്ള കണ്ടില്ല, ഇത് എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷ് കാലഘട്ടത്തിലല്ല, സോവിയറ്റ് കാലഘട്ടത്തിലുള്ളത്. പിന്നെ വേറൊരു പ്രശ്നം എന്താ പറയുണ്ടെങ്കിൽ ആകെ 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലം ഇപ്പോൾ 2 മണിക്കൂറായി ബ്ലോക്ക്. അവിടുന്ന് ബ്ലോക്ക്, ഇവിടെ എത്താറായപ്പോൾ ബ്ലോക്ക്. മൊത്തത്തിൽ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ബ്ലോക്കാണ് കാണുന്നത്. അതായത് കുറേ സമയം നഷ്ടപ്പെട്ടു. നമ്മൾ ഈ ടൈമിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ടാണല്ലോ നമ്മളെ ഓരോ ട്രിപ്പ്. ഇപ്പോൾ കാണിക്കുന്നത് വീണ്ടും 1 മണിക്കൂറുണ്ടെന്നാണ്. ശരിക്കും 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ടത്. എന്ത് ചെയ്യും, നമുക്കിന്ന് സിറ്റി ടൂറിൽ കുറച്ചുകൂടി സ്ഥലങ്ങൾ പോകേണ്ടിയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ബസ് സ്റ്റാൻഡിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മളെ ഹോട്ടലിലേക്ക് പോകണം കേട്ടോ. നമ്മളെ ഹോട്ടലിലേക്ക് പോകേണ്ടതുണ്ട്. ഈ ബസ്സുകൾ കണ്ടില്ലേ, ഇത് ശരിക്കും എങ്ങനെയപ്പോൾ ഞാൻ പറയാം, നമ്മളെ നാട്ടിൽ ഉത്തരേന്ത്യയിലൊക്കെ ഇരിക്കും ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ടാവും കേട്ടോ. കർണാടകയിലും
തമിഴ്നാട്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതേപോലെ നമ്മളെന്തായാലും കേരളത്തിൽ ഈ ടൈപ്പിലില്ല. ഫുള്ള് എന്തായാലും നേരെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. നമ്മളവിടെയൊക്കെ ഡെവലപ്മെൻറ്റ് സിസ്റ്റം വ്യത്യാസമുണ്ട്. ഇവിടെ അതിലൊക്കെ കുറേ മാറ്റങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ബസ്സിൽ കയറി, ലോക്കൽ ബസ്സാണ് നമ്മൾ സർവീസ് ഫുള്ള് യൂസ് ചെയ്തേക്കണ്ടില്ല. ഇത് നമ്മളെ 40 ഉറുപ്പ്യ കേട്ടോ. നമ്മളെ 40 ഉറുപ്പ്യൻ്റെ ഇതുപോലത്തെ ടിക്കറ്റാണ് തരിക ആൾക്കാർ. മൂപ്പരാളാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. വലിയ ബസ്സാണ്. അപ്പോൾ 40 ഉറുപ്പ്യാണ്. നമ്മൾ 200ൻ്റെത് കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ചേഞ്ചുകൾ കിട്ടും. 100ൻ്റെ കോയിനൊക്കെ ഉണ്ട്. 100ൻ്റെത് 20ൻ്റെത് 100ൻ്റെ കോയിനാണ്. നമ്മൾ 100 രൂപയാണ് ഈ കാണുന്നത് ഒരു കോയിൻ കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും യൂറോപ്പിൽ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഇവർക്കും ഇനി ഒന്നും കുറഞ്ഞു പോകണ്ട. പള്ളിയെല്ലാം അടിപൊളിയില്ലേ, നല്ല സ്ക്വയറിൽ തന്നെ നല്ല രസമുള്ള ഒരൊറ്റ മിനാരേ ഉള്ളൂ കേട്ടോ. അതിന് ഇതാരാണ് ആസാമിന്ന് അറിയില്ല. അവരെ വെട്ടിപ്പിടിച്ച് ഇവർക്ക് എന്തോ ആക്കി കൊടുത്ത ആളായിരിക്കും. അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് പള്ളീൻ്റെ മുന്നിൽ തന്നെ അത് കാണാൻ വരുന്ന ആൾക്കാർ ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്ന ഘട്ടങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് തലയിൽ തട്ടുന്നിട്ടില്ല, ഇട്ടവരുണ്ട്. പക്ഷേ നല്ലോണം മുസ്ലിങ്ങളുണ്ട് കേട്ടോ ഇവിടെ. ഒരു കൂടുതൽ ഞാൻ എത്ര പെർസെൻറ്റേജ് ഞാൻ നോക്കിയില്ലെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും. മുസ്ലിങ്ങളുണ്ട്. പക്ഷേ എന്താ പറയുക, ഖുറാഫത്ത് കാര്യങ്ങളൊന്നും അങ്ങനത്തെ കുറവാണ്. കുറച്ച് പുരോഗമന രീതികളാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ ഒന്നിച്ചിട്ട് ജീവിക്കാൻ ഒരു മടിയില്ലാത്ത ആൾക്കാരാണ്. കല്യാണം പോലും ഒരുമിച്ച് കഴിക്കുന്ന, നല്ല ഫാഷനബിൾ, നല്ല വിശാലമായി ചിന്തിക്കുന്ന ഒരു അടിപൊളി സമൂഹമായിട്ടാണ് എനിക്ക് വരെ മനസ്സിലാക്കാൻ പറ്റും. ഈ യൂറോപ്യൻ റെസ്റ്റോറൻറ്റിൻ്റെ ഫീലിങ്ങിലുള്ള കണ്ടില്ല നിങ്ങൾ, കുറേ റെസ്റ്റോറൻറ്റുകൾ ഓരോ ബ്രാൻഡില്ല. മുള്ളിരി, അപ്പോൾ ഇത് കണ്ടില്ലേ, ഗാർഡനിങ് ഒക്കെ ആക്കിയിട്ട് ആൾക്കാർ ഫാമിലി വന്നിട്ട് പാർട്ടി പോലെ തന്നെ എല്ലാം നടത്തുന്ന കുറേ റെസ്റ്റോറൻറ്റുകൾ കിട്ടും. ഈ വാം ലൈറ്റ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു അടിപൊളി ഫീലിംഗ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ലോകം തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതുപോലെ ഫുഡിൻ്റെത് നമ്മൾ പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ബാൽക്കൻ കൺട്രീസും യൂറോപ്പൊക്കെ ഫുഡിലാണ് എല്ലാം കിടക്കുന്നത്. പക്ഷേ ഈ ഒരു ഡിസൈനിലും ഈ ഒരു എന്താ പറയുക ഗാർഡനിങ്ങിലും ഇവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തിരാനയിലെ ബ്ലൂ ഹോസ്റ്റലിൽ നിന്ന് സന്തോഷത്തോടു കൂടി വിട പറയാണ്. ഭയങ്കര ഇഷ്ടമായി. നല്ല ഒരു അറ്റ്മോസ്ഫിയർ, നാരങ്ങകളും കാര്യങ്ങളും ഒക്കെ കണ്ടില്ലേ, നാരങ്ങൊക്കെ വളർത്തുന്ന ഒരു അടിപൊളി അറ്റ്മോസ്ഫിയറിലുള്ള നല്ലൊരു വീടാണ്. വീട് തന്നെ പഴയ വീടിനെ ഹോസ്റ്റലാക്കിയാണ്. പക്ഷേ നല്ല എല്ലാം നല്ലതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ 5 രാജ്യങ്ങളിൽ ഏറ്റവും നല്ല സ്ഥലമായിട്ട് എനിക്ക് തോന്നി. അപ്പം ഇതിൻ്റെ ചെടീൻ്റെ ഇത് കണ്ടില്ല നിങ്ങൾ, അവിടുത്തെ ഗേറ്റ്. അപ്പോൾ ഇവരൊരു കളറ്, ബ്ലൂ കളറ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു പേരിട്ട കേട്ടോ, ബ്ലൂ ഹോസ്റ്റൽ എന്നുള്ളത്. അത് അടിപൊളിയായി. അപ്പം നമ്മൾ തിരാനയിൽ നിന്നും നമ്മൾ യാത്ര പറയാണ്. മസഡോണിയയിലെ സ്പോച്ചെ എന്ന് പറഞ്ഞ അതിൻ്റെ ക്യാപിറ്റലിലേക്കാണ് നമ്മൾ പോകുന്നത്. ബസ്സിലേക്കുള്ള യാത്രയാണ് കേട്ടോ. അപ്പം നമ്മളെ ഈ അൽബേനിയയിലെ, തിരാനയിലെ അൽബേനിയ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നല്ല അടിപൊളി ഒരു അറ്റ്മോസ്ഫിയറിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞു. എൻ്റെ 5ാമത്തെ ദിവസമായി ഇന്ന് ഞാൻ വളരെ ഹാപ്പിയിലാണ് സ്പോക്ജയിലേക്ക് പോകുന്നത്. ഇനി അവിടുത്തെ കാഴ്ചകൾ എന്താ നമുക്ക് നോക്കാം. അപ്പം അതുവരെ നമ്മൾ അൽബേനിയയിൽ നിന്നും, തിരാനയിൽ നിന്നും, ബ്ലൂ ഹോസ്റ്റലിൽ നിന്നും നമ്മൾ ബായ്.